1.2 ആണ് നമുക്കിപ്പോൾ കാണുന്ന റീഡിംഗ് അല്ലേ. നമുക്ക് നേരത്തെ നമുക്ക് 2 പോയിന്റ് സംതിങ് റീഡിംഗ് കിട്ടിയെടുത്ത് ഇപ്പോൾ എനിക്ക് കിട്ടിയ എന്താണ് 1 പോയിന്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ നേരത്തെ വെച്ച് അതേ പാരറ്റസ് തന്നെ വെച്ചേക്കും. പക്ഷെ ഒറ്റ കാര്യം മാറ്റേ ഉള്ളൂ, ഒരാളെ ഒന്ന് അഡീഷണൽ എടുത്ത് എന്ത് ചെയ്ത് ജസ്റ്റ് സീരീസ് ആക്കിയപ്പോൾ ഇതുവഴി ഇറങ്ങി വരുന്ന കറണ്ടിന് ഈ ബ്രിഡ്ജിലൂടെ കയറി ഇറങ്ങി അപ്പുറം പോകാൻ എന്തെങ്കിലും കറണ്ടിന് ആരോ ബ്ലോക്ക് ചെയ്യുക. അപ്പോൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഈ വയറുകളല്ല ബ്ലോക്ക് ചെയ്യുന്നത് നമുക്ക് ഉറപ്പായി. ആരെ നമ്മൾ അഡീഷണൽ ചെയ്ത് ഇവരെ ഒരാളെ അഡീഷണൽ ചെയ്തിരിക്കുന്നത്. സോ അഡീഷണലി ആഡ് ചെയ്ത ഈ പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് കാരണം എന്ത് പറ്റുന്നുണ്ട്, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എത്ര റെഡ്യൂസ് ചെയ്യും, 2.4 നിന്ന് 1.2ലേക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ 2.4 നിന്ന് 1.2ലേക്ക് റെഡ്യൂസ് ആകാൻ വേണ്ടിയുള്ള അത്രയും റെസിസ്റ്റൻസ് ആര് കൊടുക്കുന്നുണ്ട്, ഈ പുള്ളിക്കാരൻ കൊടുക്കുന്നു. സോ സീരീസിനകത്ത് എന്ത് ഹൈ ആയിരിക്കും, റെസിസ്റ്റൻസ് ഹൈയും എന്ത് ലോയുമായി, കറണ്ട് ലോയും. ഓക്കെ, അപ്പോൾ സീരീസ് കണ്ട് തന്നെ പഠിക്കുന്നത്, കാണാൻ പഠിക്കുന്നത്. സീരീസിനകത്താണ് സർക്യൂട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ സീരീസിനകത്ത് കറണ്ട് തന്നെയാണ്, കറണ്ട് ലോയും റെസിസ്റ്റൻസ് തന്നെയാണ് ഹൈയും. ഫസ്റ്റ് കാര്യം പറയുമ്പോൾ സീരീസിലെ വാല്യൂ അറിയണം. ഇപ്പോൾ സീരീസാണ് വെച്ചേക്കുന്നത്. സീരീസിലെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, സപ്പോസ് ഇതിൻ്റെ റെസിസ്റ്റൻസ് 4 Ω ആണ്, ഇതിൻ്റെ റെസിസ്റ്റൻസ് 4 Ω ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, R1 + R. ഓക്കെ, എന്താ പറയുക, ഈ സീരീസ് റെസിസ്റ്റൻസ് വരുന്നെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R = എന്ത് ചെയ്താൽ ടോട്ടൽ റെസിസ്റ്റൻസ് R = R1, അൺനോൺ റെസിസ്റ്റൻസ് ആയ R1 + R. ഇനി മുന്നോട്ട് വരികയാണെങ്കിൽ ചെയ്യണം R2, R3, R4, R5 എക്സെട്രാ Rn. ക്ലിയറാണ്. ഈ പരിപാടി നമ്മുടെ സാധാരണ സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സർക്യൂട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, ഒരു നമ്മൾ ബോർഡ് പടം വരയ്ക്കുമ്പോൾ അങ്ങനെയല്ലേ വരയ്ക്കുന്നത്, ഒരു സർക്യൂട്ടിൻ്റെ ഒരു റെസിസ്റ്ററിൻ്റെ പുറകിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന പരിപാടി. ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റുന്നില്ല, ദൂരെ ഇരിക്കുന്നതിന്. ഈ കണക്ട് ചെയ്യുന്ന ഈ ഒരു മോഡലിലാണ് എന്ത് ചെയ്യുന്നത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഈ ഇരിക്കുന്ന റെസിസ്റ്ററിൻ്റെ ഇപ്പം മൾട്ടിമീറ്റർ ജസ്റ്റ് പ്ലേസ് ചെയ്ത് നോക്കാം. എന്താണ് മൾട്ടിമീറ്റർ റീഡിങ്. നേരത്തെ 0.05 ആണ് കാണിച്ചത്. ഇപ്പോൾ റീഡിങ് കാണിക്കാൻ നോക്കി 1.8 സംതിങ് എനിക്ക് റീഡിങ് ആണ്. 1.8 0.9 നോക്കി എന്നാൽ റീഡിങ് കാണിച്ചത് ഇരിക്കുന്നതിനെ ഞാൻ പ്ലേസ് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് 0.05 എന്ന് കാണിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്ര കാണിക്കുന്ന നോക്കി 0.09 ആണ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് പറ്റി, റെസിസ്റ്റൻസ് ഹൈ ആവുന്നുണ്ട്. നമുക്ക് ഒരാളെ കൂടെ കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ഇരിക്കുന്ന പുള്ളിക്കാരൻ്റെ പുറകിലോട്ട് ഇവൻ്റെ ഇതേപോലെ നമുക്ക് സീരീസ് ആയിട്ട് അടുത്തൊരാളെ കൂടെ പ്ലേസ് ചെയ്യും. ഒരാളെ പ്ലേസ് ചെയ്ത് നമുക്ക് സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മളെടുത്ത് വെച്ച് റീഡിങ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ 1.5, 1.4 കണ്ടോ. ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഈ റെഡ് വന്നു പിടിച്ചു. ഓക്കെ, വലിച്ചിട്ട് 1.5, 1.4 Ω ആണ്. നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. ആദ്യം നമ്മൾ കണ്ടത് 0.5 ആണ്, സിംഗിൾ വോൾട്ട്, സിംഗിൾ റെസിസ്റ്റൻസ് ഉണ്ട്. നമ്മൾ രണ്ടാമത് പ്ലേസ് ചെയ്യുമ്പോൾ എന്തായി 0.9 ആയിട്ട്, ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് മാറും. ഇപ്പോൾ അത് വീണ്ടും ഹൈ എത്രയാണ്, 1.3 ആണ്. ദാറ്റ് മീൻസ് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് കൂടിക്കൊണ്ടിരിക്കുക, നമ്മുടെ റെസിസ്റ്റൻസ് വാല്യൂ അപ്പ് ആയിക്കൊണ്ടിരിക്കും. ഇനി ഇതിന് പകരം നമ്മൾ ഇവനെ വന്ന് പാരലായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കാമെന്ന് നോക്കാം. പാരലായിട്ട് കണക്ട് ചെയ്തെങ്കിൽ ഫോർവേഡ് എന്ത് കുറയണം, റെസിസ്റ്റൻസ് കുറയണം. നമുക്ക് എങ്ങനെയാണ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ആദ്യത്തെ റെസിസ്റ്ററിൻ്റെ നമ്മൾ കണ്ടത് ഒരു എഡ്ജ് കണക്ട് ചെയ്തു. രണ്ടാമത്തെ റെസിസ്റ്ററിൻ്റെ തന്നെ രണ്ടാമത്തെ എഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നിന്ന് കണക്ട് ചെയ്യും. ഇപ്പോൾ നോക്കാം, നമ്മൾ സാധാരണ ബോർഡിൽ വരയ്ക്കുന്നത് പോലെ എന്തായി സർക്യൂട്ട് പാരലൽ, ശരിയല്ലേ. സോ റെസിസ്റ്റൻസ് പാരലായില്ലേ. പാരലാകുന്ന സമയം നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് ഈ അടിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ 0.02 ആണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത് അല്ലേ. അടുത്തൊന്ന് കാണിച്ചതല്ലേ 0.02 ആണ് നമുക്ക് എന്ത് കാണിക്കുന്നത്, റെസിസ്റ്റൻസ്. അപ്പം ഇങ്ങനെ വെക്കുന്ന സമയത്ത് റെസിസ്റ്റൻസ് ഹൈ ആയോ റെസിസ്റ്റൻസ് ലോ ആയോ, റെസിസ്റ്റൻസ് ലോയും കറണ്ട് എന്താവും, ഹൈ ആവും. ഇത് ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഇതേ കൂടെ കറണ്ട് കയറി പോകാൻ എന്ത് കാണിക്കില്ല, വലിയ പ്രയാസം കാണിക്കില്ല. ഇനി നമുക്കത് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാൻ പറ്റുമോ, കട്ട് ചെയ്ത്